2014 റിലീസ് ചെയ്ത ഈ ചിത്രം സംവിധാനം ചെയ്തത് പ്രശസ്ത സംവിധായകനായ ക്രിസ്റ്റഫർ നോളൻ ആണ്. ഭാവിയിലേക്കുള്ള ഒരു യാത്ര, ഒറ്റപ്പെട്ട വികാരങ്ങൾ, അച്ഛനും മകളും തമ്മിലുള്ള ബന്ധം, ഒപ്പം കണക്കാക്കാനാകാത്ത ഭൗതികത്വം, ഇവയെല്ലാം സംയോജിപ്പിച്ച അസാധാരണമായ ഒരു സിനിമയാണിത്. സിനിമയുടെ പശ്ചാത്തലം ഭാവിയിലേക്കാണ് കഥയോടൊപ്പം നമ്മൾ യാത്ര ചെയ്യുന്നത്. ഭൂമിയിലെ പ്രകൃതി ദുരന്തങ്ങൾ കാരണം ഭക്ഷണ സുരക്ഷ ഇല്ലാതാകുന്നു, കൃഷിക്ക് അനുയോജ്യമായ പരിസരം ഇല്ലാതാകുന്നു, മനുഷ്യരാശിക്ക് താങ്ങി നിൽക്കാനാകാതെ പോകുന്നു. ഈ സാഹചര്യത്തിലാണ് നാസ ഒരു രഹസ്യമായ പദ്ധതി ആരംഭിക്കുന്നത്. മറ്റൊരു ഗ്രഹത്തിൽ മനുഷ്യജീവിതം സ്ഥാപിക്കാനുള്ള ശ്രമം. നമ്മളീ കഥാപാത്രങ്ങൾ കഥയുടെ ഹൃദയമാണ് കൂപ്പർ, മുൻ നാസ പൈലറ്റും ഇപ്പോൾ കർഷകനായി ജീവിക്കുന്നവനും. ഇദ്ദേഹത്തെ അഭിനയിച്ചിരിക്കുന്നത് പ്രശസ്തനായ മാത്യു മാക്കോനെയാണ്. കൂപ്പറിന്റെ മകൾ മെർഫ് ബുദ്ധിമാന്മാരിൽ ഒരാളാണ്. അവർ തമ്മിലുള്ള ബന്ധം സിനിമയുടെ മുഖ്യ ഇമോഷണൽ കോറാണ്. അതോടൊപ്പം ഡോക്ടർ ബ്രാൻഡ്, അമീലിയ ബ്രാൻഡ്, റോമലി, ടാർസ് എന്ന ആധുനിക റോബോട്ടുകൾ എല്ലാം നമ്മെ ഇമോഷണലായി ബന്ധിപ്പിക്കുന്ന കഥാപാത്രങ്ങളാണ്. മഴമില്ലാത്ത ഭൂമിയിൽ നിന്നും ഒരു വോം ഹോളിന്റെ സഹായത്തോടെ അടുത്ത ഗാലക്സിയിലേക്ക് യാത്ര ചെയ്യുകയാണ്. വോം ഹോൾ, അതായത് സ്പേസ് ടൈമിനെ തിരിച്ചു വളയ്ക്കുന്ന ഒരു വഴിയല്ലേ. ഇത് വഴി കൂപ്പറും സംഘവും എത്തുന്നത് മില്ലേഴ്സ് പ്ലാനറ്റ്, മാൻസ് പ്ലാനറ്റ്, എഡ്മണ്ട്സ് പ്ലാനറ്റ് എന്നിവയിലേക്ക്. മില്ലേഴ്സ് പ്ലാനറ്റിൽ 1 മണിക്കൂർ ചെലവഴിക്കുമ്പോൾ ഭൂമിയിൽ കുറേ വർഷങ്ങൾ കടന്നു പോകുന്നു. ഇത് റിലേറ്റിവിറ്റി, അതായത് ഐൻസ്റ്റൈൻ്റെ തിയറി ഓഫ് ടൈം ഡയലേഷൻ ആണ് ഇവിടെ കാണിക്കുന്നത്. കൂപ്പർ തൻ്റെ മകളെ വിട്ടുപോകുമ്പോൾ അവൾ കുട്ടിയായിരുന്നു. പ്ലാനറ്റുകളിൽ ചിലവാക്കിയ കുറേ മണിക്കൂറുകൾ ഭൂമിയിൽ കൂട്ടുവർഷങ്ങളായി മാറുന്നു. മെർഫ് വളരുന്ന ഓരോ ഘട്ടത്തിലും കൂപ്പറിനായി കാത്തിരിക്കുന്നു. അതിനിടയിൽ കൂപ്പർ ആഗ്രഹിക്കുന്നത് മകളെ വീണ്ടും കാണാൻ, മകനെ വീണ്ടെടുക്കാൻ. ഈ ഇമോഷണൽ വെയിറ്റ് ആണ് സിനിമയുടെ സോൾ. ശാസ്ത്രം മാത്രമല്ല, അതിജീവിക്കാനുള്ള വികാരവും പ്രണയവും വിശ്വാസവുമാണ് നോളൻ ഇവിടെ പറയുന്നത്. 3 ഡയമെൻഷനുള്ളിൽ ഉള്ള ലോകം തന്നെയാണ് നമുക്ക് പരിചിതം. പക്ഷേ ഇൻഡർസ്റ്റെല്ലറിലത് 5ാമത്തെ ഡയമെൻഷനാണ് കാണിക്കുന്നത്, ടെസറാക്ട്. കൂപ്പർ കറുത്ത താരത്തിലേക്ക് വീഴുമ്പോൾ അവരുടെ സമയം അതിൻ്റെതായ ഒരു ആകൃതിയിൽ കാണുന്നു. അതുപോലെയാണ് അച്ഛൻ തൻ്റെ മകളെ ഫർഗാങ്കൻ ഹൈറ്റിൽ നിന്നും മെസ്സേജ് അയക്കുന്നത്. ഇത് ശാസ്ത്രപരമായ ആശയം മാത്രമല്ല, ഇത് അച്ഛൻ്റെ സ്നേഹത്തിൻ്റെ രൂപവുമാണ്. ലവ് ഇസ് ദ വൺ തിങ് ദാറ്റ് ട്രാൻസെൻഡ്സ് ടൈം ആൻഡ് സ്പേസ് എന്നതാണ് ഈ സിനിമയുടെ തീം. ഇറ്റ്സ് എ സിമ്പിൾ സയൻസ് ഫിക്ഷൻ ആണ്. ഇന്റർസ്റ്റെല്ലറിൽ കാണുന്ന ബ്ലാക്ക് ഹോള്, ഗർഗാൻജുവയുടെ വിഷ്വൽസ് തന്നെ പ്രശസ്ത ആസ്ട്രോഫിസിസ്റ്റ് കിപ് തോർണിന്റെ സഹായത്തോടെയാണ് സൃഷ്ടിച്ചത്. സിമുലേഷൻ ആണെങ്കിലും അതിൻ്റെ ആക്യുറസിക്ക് വേണ്ടി സയൻസ് ഫോളോ ചെയ്തിട്ടുണ്ട്. 5ാം ഡയമെൻഷൻ, ഗ്രാവിറ്റേഷണൽ വേവ്സ്, വർം ഹോൾ തിയറീസ് എല്ലാം ശരിയായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ സിനിമ സൃഷ്ടിച്ചത്. നാം എത്രത്തോളം മുന്നോട്ട് പോവുകയാലും നമ്മെ തിരിച്ചു കൊണ്ടുവരുന്നത് നമ്മുടെ ബന്ധങ്ങളാണ്. നമ്മുടെ വളർച്ചയുടെ പിന്നിലുണ്ടാകുന്നത് ഓരോ വ്യക്തിയുടെ ആത്മാർത്ഥതയും സ്നേഹവുമാണ്. ഇന്റർസ്റ്റെല്ലർ നമ്മളെ ചോദ്യം ചെയ്യുന്നു, നാം പ്രകൃതിയോട് എങ്ങനെ പെരുമാറുന്നു, നമ്മൾ വിജ്ഞാനത്തോടൊപ്പം എത്രമാത്രം മാനുഷികത കൈവിടാതെ മുന്നോട്ട് പോകുന്നു.